Good afternoon. During the last classes, we have already discussed about what is contract, what are the different components of contract, and formations of contract, and also essentials of contract as per Section 10 of Indian Contract Act. In the essentials of contract, we have already discussed that there are 10 types of essentiality that must be very necessary for creating a valid contract, and the absence of any one of the essentiality such contract should leads to void contracts. ഒരു കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ട് ഏതെല്ലാം രൂപത്തിലാണ് അതിൻ്റെ ഫോർമേഷൻസ് കണ്ടക്ട് ചെയ്യപ്പെടാറുള്ളത്, അതുമായി റിലേറ്റഡ് ആയിക്കൊണ്ട് നമ്മൾ ആദ്യം ഒരു പ്രപ്പോസൽ ഉണ്ടാവണം. അതിനുശേഷം അതൊരു പ്രോമിസായിട്ട് മാറേണ്ടതുണ്ട്. അത് മൂന്നാമത്തെ സ്റ്റെപ്സിൽ അതൊരു അഗ്രിമെൻ്റായിട്ട് കൺവേർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അവസാനത്തെ സ്റ്റെപ്സിൽ അതൊരു കോൺട്രാക്റ്റ് ആയിക്കൊണ്ട് കൺവേർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ രൂപത്തിലാണ് നമ്മളതിൻ്റെ ഫോർമേഷൻസ് ഓഫ് കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ടുള്ള ക്രോണോളജിക്കൽ സ്റ്റെപ്സ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ എസെൻഷ്യൽസ് ഓഫ് കോൺട്രാക്റ്റ് സെക്ഷൻ 10 പ്രകാരം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടെർമിനോളജീസാണ്. ഒരു കോൺട്രാക്റ്റ് വാലിഡ് ആവണമെന്നുണ്ടെങ്കിൽ വെരി കമ്പൽസറി ആയിട്ട് വെരി നെസസറി ആയിട്ട് ഉണ്ടാകേണ്ടതായിട്ടുള്ള ബേസിക് ക്വാളിറ്റീസ് ഓഫ് കോൺട്രാക്റ്റ് ആണ് നമ്മൾ എസെൻഷ്യൽസ് ഓഫ് കോൺട്രാക്റ്റ് എന്നുള്ള പേരിലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. ഈ 10 എസെൻഷ്യൽ എലമെൻറ്റ്സിൽ ഏതെങ്കിലും ഒരു എലമെൻറ്റ്സ് ആബ്സെൻ്റായി കഴിഞ്ഞാൽ തന്നെ ആ കോൺട്രാക്റ്റ് നാച്ചുറൽ ആയിക്കൊണ്ട് വോയിഡ് ആകുന്ന സിറ്റുവേഷൻസ് വരും. അപ്പോൾ വാലിഡ് ആയിട്ടുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള ലീഗലി എൻഫോഴ്സിബിൾ ആയിട്ടുള്ള കോൺട്രാക്റ്റ് ആയിട്ട് മാറണമെന്നുണ്ടെങ്കിൽ സെക്ഷൻ 10 പ്രകാരമുള്ള എല്ലാ എസെൻഷ്യൽ എലമെൻറ്റ്സും ഒരേ സമയം ഫുൾഫില്ല് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഏതെല്ലാമാണ് എസെൻഷ്യൽ എലമെൻറ്റ്സ് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനത്തിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഓഫർ ആൻഡ് അക്സെപ്റ്റൻസ്, കോൺസെൻസസ് ആൻഡ് ഐഡം, കപ്പാസിറ്റീസ് ഓഫ് പാർട്ടീസ്, ഫ്രീ കൺസെൻറ്റ്, lawful consideration, lawful object, not declared to be void, certainty, possibility of performance, and legal relationship. These are the 10 essential elements of contract which are mentioned in our previous classes as per Section 10 of Indian Contract Act. Okay. In the today's classes, we proposed to explain about different types of contract or classifications of contract. കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ടുള്ള ഡിഫറെൻറ്റ് ടൈപ്സാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. You can see in this slide that there are different types of contract as per Indian Contract Act. For the sake of this proper understanding, we can classify the types of contract mainly in 3 components or 3 formats. The first one is that on the basis of validity, second one on the basis of formation, and the last one on the basis of performance. ഇപ്പോൾ ടൈപ്സ് ഓഫ് കോൺട്രാക്ട്സിനെ അല്ലെങ്കിൽ കോൺട്രാക്റ്റിനെ നമുക്ക് 3 രീതിയിൽ ക്ലാസിഫൈ ചെയ്യാനായിക്കൊണ്ട് സാധിക്കും, കുറച്ചുകൂടി ഈസി ആയിക്കൊണ്ട് പഠിക്കാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട്. ഓക്കെ, വാലിഡിറ്റി അടിസ്ഥാനത്തിൽ കോൺട്രാക്റ്റിനെ നമുക്ക് പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. ഫോർമേഷൻ്റെ അടിസ്ഥാനത്തിലും ക്ലാസിഫൈ ചെയ്യാം, പെർഫോമൻസിൻ്റെ അടിസ്ഥാനത്തിലും ക്ലാസിഫൈ ചെയ്യാം. On the basis of validity, contract can be classified into 5 types. First one, valid contract. Second one, void contracts. And the third one, voidable contracts. And the fourth one, illegal agreements. And the last one, unenforceable agreements. And on the basis of formation of contract, contract is classified mainly into 3 types. The first one is expressed contract. Second one, implied contract, and the third one, quasi contract or constructive contract. And the third one, on the basis of performance, we can classify the contract into 4 types. The first one, executed contract, and second one, executory contract, and the third one, unilateral contract and bilateral contract. So these are the overall summary of various classifications of contract. For the sake of your study, for the proper understanding of your study, it is classified on the basis of 3 format. The first one on the basis of validity, and second one on the basis of formation, and third one on the basis of performances. Okay, we can check up the each one and another types of contracts separately. The first one is valid contract. Valid contracts means an agreement which is enforceable by law. An agreement enforceable by law is called valid contracts. അപ്പോൾ നമ്മൾ കോൺട്രാക്റ്റിന് സെക്ഷൻ 2 സബ്സെഷൻ H പ്രകാരം കഴിഞ്ഞ
2 ക്ലാസ് മുമ്പ് നമ്മൾ ഓൾറെഡി ഒരു ഡെഫിനേഷൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ്. എന്താണോ കോൺട്രാക്റ്റ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ് വാലിഡ് ആയിട്ടുള്ള കോൺട്രാക്റ്റിൻ്റെ എക്സ്പ്ലനേഷനായിട്ട് വരിക. ഓക്കെ, വാലിഡ് ആയിട്ടുള്ള കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീഗലി എൻഫോഴ്സിബിൾ ആയിട്ടുള്ള, ലീഗലി കംപ്ലീറ്റ് ആയിട്ടുള്ള, ലീഗലി പെർഫെക്റ്റ് ആയിട്ടുള്ള കോൺട്രാക്ട്സിനാണ് നമ്മൾ വാലിഡ് കോൺട്രാക്ട്സ് എന്ന് പറയുക. സോ ദ ഡെഫിനിഷൻ ഫോർ വാലിഡ് കോൺട്രാക്ട് ഈസ് an agreement enforceable by law is called valid contracts. മറ്റൊരു സെൻറ്റൻസ് നമ്മൾ കൊടുത്തിട്ടുള്ള എപ്പോഴാണ് ഒരു കോൺട്രാക്റ്റ് വാലിഡ് കോൺട്രാക്റ്റ് ആവുക എന്നുള്ളതാണ്. An agreement become valid when it fulfill all the essential elements of contract as per section 10. An agreement become valid when it fulfill all the essential elements of contract as per section 10. Section 10 പ്രകാരം നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ 10 എലമെൻസുകളും ഒരേപോലെ ഫുൾഫില്ല് ചെയ്യുന്ന സമയത്ത്, 10 എലമെൻസുകളും ഒരു അഗ്രിമെൻറ്റിൻ്റെ ഭാഗമായിക്കൊണ്ട് ഒരേപോലെ ഫുൾഫിൽ ചെയ്യുന്ന സമയത്ത് അത്തരം അഗ്രിമെൻറ്റ്സിനെ പറയുന്ന പേരാണ് നമ്മൾ വാലിഡ് കോൺട്രാക്റ്റ് എന്നുള്ള പേരിലായിട്ട് അറിയപ്പെടാറുള്ളത്. ഓക്കെ, ദ സെക്കൻഡ് വൺ ഈസ് വോയിഡ് കോൺട്രാക്റ്റ്. ദ വേർഡ് വോയിഡ് മീൻസ് നോട്ട് ബൈൻഡിങ് ഇൻ ലോ. നോട്ട് ബൈൻഡിങ് ഇൻ ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയമത്തിൽ കൃത്യമായ പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു എന്താ പറയുക, ഒരു പെർഫെക്ഷനൊന്നും ഇല്ലാത്തത് എന്നുള്ള അർത്ഥത്തിലാണ് വരിക. നോട്ട് ബൈൻഡിങ് ഇൻ ലോ എന്നുള്ള ടേംസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിയമത്തിൻ്റെ ഒരു എന്താ പറയുക കറക്റ്റായിട്ടുള്ള ബാക്കിങ്സ് ഇല്ലാത്ത എന്നുള്ള ടെർമിനോളജിയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ നമ്മൾ ആദ്യത്തെ സെൻറ്റൻസ് കൊടുത്തിട്ടുള്ള അക്കോർഡിംഗ് ടു സെക്ഷൻ 2 സബ്സെക്ഷൻ I, വോയിഡ് കോൺട്രാക്ട്സ് മീൻസ് എ കോൺട്രാക്ട് വിച്ച് സീസസ് ടു ബി എൻഫോഴ്സിബിൾ ബൈ ലോ. വോയിഡ് കോൺട്രാക്ട്സ് മീൻസ് എ കോൺട്രാക്ട് വിച്ച് സീസസ് ടു ബി എൻഫോഴ്സിബിൾ ബൈ ലോ. സീസസ് ടു ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ബ്ലോക്ക് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കപ്പെടുന്നത്. തൽക്കാലത്തേക്ക് തടഞ്ഞു വെക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. സോ വോയിഡ് കോൺട്രാക്ട്സ് മീൻസ് എ കോൺട്രാക്ട് വിച്ച് സീസസ് ടു ബി എൻഫോഴ്സിബിൾ ബൈ ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയമപ്രകാരം താൽക്കാലികമായിക്കൊണ്ട് എൻഫോഴ്സിബിലിറ്റി തടയപ്പെട്ട കോൺട്രാക്ട്സിനെ പറയുന്ന പേരാണ് വോയിഡ് കോൺട്രാക്ട്സ് എന്ന് പറയുക. അപ്പോൾ തൽക്കാലത്തേക്ക് തടയപ്പെട്ട കോൺട്രാക്ട്സ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിക്കൊണ്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത് ഇറ്റ്സ് എ കോൺട്രാക്ട് വിച്ച് വാസ് വാലിഡ് വെൻ ഇറ്റ് വാസ് ക്രിയേറ്റഡ് ബട്ട് സബ്സീക്വൻ്റ്ലി ഇറ്റ് ബിക്കം വോയിഡ് ഡ്യൂ ടു സം റീസൺസ് എന്നുള്ളതാണ്. അതായത് നമ്മൾ എന്താണ് താൽക്കാലികമായിക്കൊണ്ട് തടയപ്പെട്ട അല്ലെങ്കിൽ എൻഫോഴ്സിബിലിറ്റി നിലവിൽ തടയപ്പെട്ടിട്ടുള്ള കോൺട്രാക്ട്സ് ആണ് എന്ന് പറയുമ്പോൾ നമുക്ക് ലോജിക്കലായിട്ട് മനസ്സിലാക്കുന്നത് മുമ്പ് അതിന് എൻഫോഴ്സിബിലിറ്റി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അല്ലേ. ഉണ്ടായ എൻഫോഴ്സിബിലിറ്റി ഉണ്ടെങ്കിലല്ലേ നമുക്കത് തടയാൻ വേണ്ടി പറ്റുള്ളൂ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ. അപ്പോൾ അതിൻ്റെ ഒരു ആക്ച്വൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻസ് എന്നുള്ളത് വോയിഡ് കോൺട്രാക്ട്സ് മീൻസ് എ കോൺട്രാക്ട് വിച്ച് വാസ് വാലിഡ് വെൻ ഇറ്റ് വാസ് ക്രിയേറ്റഡ്. അത് ഉണ്ടാക്കിയിരുന്ന സമയത്ത്, ആ കോൺട്രാക്ട് ഉണ്ടാക്കിയ സമയത്ത് അതെന്തായിരുന്നു, വാലിഡ് ആയിരുന്നു. ബട്ട് സബ്സീക്വൻ്റ്ലി ഇറ്റ് ബിക്കം വോയിഡ് ഡ്യൂ ടു സം ഹാപ്പനിങ്സസ്. അത് പിന്നീട് ചില കാരണങ്ങൾ കൊണ്ട് എന്തായത് മാറിയതാണ്, അത് വോയിഡായി മാറിയതാണ്. പിന്നീട് ചില കാരണങ്ങൾ കൊണ്ട് അതിൻ്റെ എൻഫോഴ്സിബിലിറ്റി തടയപ്പെട്ടിട്ടുള്ളതാണ് ചില കാരണങ്ങൾ കൊണ്ട് നടത്തും. അപ്പോൾ വോയിഡ് കോൺട്രാക്ട്സിൻ്റെ പ്രത്യേകത എന്നുള്ളത് അത് ഉണ്ടാക്കുമ്പോൾ വാലിഡ് ആയിരുന്നു, എന്നാൽ ഇപ്പോൾ പ്രാക്ടിക്കലായിക്കൊണ്ട് ഈ ഒരു കറൻറ്റ് സിനാരിയോയിൽ അത് ചില കാരണങ്ങൾ കൊണ്ട് അതിൻ്റെ ലീഗൽ എൻഫോഴ്സിബിലിറ്റി തടയപ്പെട്ടുള്ള കോൺട്രാക്ട്സ് ആണ്. അപ്പോൾ മീനിങ് അല്ലെങ്കിൽ ഡെഫിനേഷൻസ് എന്നുള്ളത് വോയിഡ് കോൺട്രാക്റ്റിൻ്റെ മീനിങ് എന്നുള്ളത് വോയിഡ് കോൺട്രാക്ട്സ് മീൻസ് എ കോൺട്രാക്ട് വിച്ച് സീസസ് ടു ബി എൻഫോഴ്സിബിൾ ബൈ ലോ എന്നുള്ള അർത്ഥത്തിലാണ്. ഇവിടെ നമുക്ക് മറ്റൊരു ടെർമിനോളജി കൂടി ഇതുമായിട്ട് ചേർത്ത് വായിക്കാൻ പറ്റുന്ന വോയിഡ് അഗ്രിമെൻറ്റ്സ് ആണ്. വോയിഡ് കോൺട്രാക്ട്സും വോയിഡ് അഗ്രിമെൻറ്റ്സും തമ്മിൽ വ്യത്യാസമുണ്ട്. വോയിഡ് അഗ്രിമെൻറ്റ്സിൻ്റെ പ്രത്യേകത അതിൻ്റെ ഡെഫിനേഷൻ ആസ് പെർ സെക്ഷൻ 2 സബ്സെക്ഷൻ G പ്രകാരം an agreement not enforceable by law is called void agreements എന്നുള്ളതാണ്. an agreement not enforceable by law is called void agreements. ഒരിക്കലും എൻഫോഴ്സ് ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ എൻഫോഴ്സ് ചെയ്യാൻ തന്നെ പറ്റാത്ത രൂപത്തിലുള്ള അഗ്രിമെൻറ്റ്സിനെ പറയുന്ന പേരാണ് വോയിഡ് അഗ്രിമെൻറ്റ്സ് എന്ന് പറയുക. അതേസമയം വോയിഡ് കോൺട്രാക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ കോൺട്രാക്ട് വിച്ച് സീസസ് ടു ബി എൻഫോഴ്സിബിൾ ബൈ ലോ എന്നുള്ളതാണ്. കോൺട്രാക്റ്റിൻ്റെ എൻഫോഴ്സിബിലിറ്റി ഇപ്പോൾ നിലവിൽ തടഞ്ഞു വെച്ചിട്ടുള്ള കോൺട്രാക്ട്സിനെ പറയുന്ന പേരാണ് വോയിഡ് കോൺട്രാക്ട്സ്. അതേസമയം വോയിഡ് അഗ്രിമെൻറ്റ്സ് എന്നുള്ളത് ലീഗലി എൻഫോഴ്സ് ചെയ്യാൻ പറ്റാത്ത, ഒരു നിലക്കും ലീഗലി എൻഫോഴ്സ് ചെയ്യാൻ പറ്റാത്ത, അതായത് ഉണ്ടാക്കുമ്പോഴും അല്ലാത്തപ്പോഴും ഒക്കെ ലീഗലി എൻഫോഴ്സിബിലിറ്റി ഇല്ലാത്ത അഗ്രിമെൻറ്റ്സിനെയാണ് വോയിഡ് അഗ്രിമെൻറ്റ്സ് എന്നുള്ള പേരിലായിട്ട് അറിയപ്പെടാറുള്ളത്. മറ്റൊരു പാരഗ്രാഫ് കൂടി അതിൻ്റെ ഭാഗമായിട്ട് ശ്രദ്ധിക്കുക. വോയിഡ് അഗ്രിമെൻറ്റ്സ് ഈസ് ഓൾസോ കാൾഡ് ആസ് വോയിഡ് അബ് ഇനീഷ്യോ. അത് ചിലപ്പോൾ 2 മാർക്കിനോ അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് ക്വസ്റ്റൻ ആയിട്ടൊക്കെ ചോദിക്കാറുണ്ട്. വോയിഡ് അഗ്രിമെൻറ്റ്സ് ഈസ് ഓൾസോ കാൾഡ് ആസ് വോയിഡ് അബ് ഇനീഷ്യോ. വോയിഡ് അബ് ഇനീഷ്യോ എന്നുള്ള ഒരു ലാറ്റിൻ ടേം ആണ് വിച്ച് മീൻസ് ഇറ്റ് ഈസ് അൺഎൻഫോഴ്സിബിൾ ഫ്രം ബിഗിനിങ് ഇറ്റ് സെൽഫ്. അൺഎൻഫോഴ്സിബിൾ ഫ്രം ബിഗിനിങ് ഇറ്റ് സെൽഫ്, തുടക്കം മുതലേ അൺഎൻഫോഴ്സിബിൾ ആയിട്ടുള്ളത് എന്നുള്ള അർത്ഥം വരുന്ന വോയിഡ് അബ് ഇനീഷ്യോ എന്നുള്ള ഒരു ലാറ്റിൻ വേർഡാണ് നമ്മൾ വോയിഡ് അഗ്രിമെൻറ്റ്സിൻ്റെ മറ്റൊരു പേരായിട്ട് അറിയപ്പെടാനുള്ള കാരണം. എന്താ വോയിഡ് അബ് ഇനീഷ്യോ എന്നുള്ളത് വോയിഡ് അഗ്രിമെൻറ്റ്സിനെ പറയാനുള്ള കാരണം? വോയിഡ് അബ് ഇനീഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോയിഡ് ഫ്രം ബിഗിനിങ് ഇറ്റ് സെൽഫ് എന്നുള്ളതാണ്. അതായത് അഗ്രിമെൻറ്റ് ഉണ്ടാക്കുമ്പോഴേ എന്താണ്
വോയിഡ് അഗ്രിമെൻ്റ് പ്രത്യേകത അത് ഉണ്ടാക്കുന്ന സമയം മുതൽക്കേ അത് ലീഗലി അൺഎൻഫോഴ്സിബിൾ തന്നെയാണ് എന്നർത്ഥം. ഓക്കെ, ഇത് നമുക്ക് പല രൂപത്തിലുള്ള എക്സാമ്പിൾസ് പറയാം. അതായത് എസെൻഷ്യൽസ് ഓഫ് കോൺട്രാക്റ്റ് ആബ്സെൻ്റ് ആയിട്ട് ഏത് അഗ്രിമെൻ്റ് ഉണ്ടാക്കി കഴിഞ്ഞാലും ആ അഗ്രിമെൻറ്റ്സുകളൊക്കെ സാധാരണഗതിയിൽ വോയിഡ് അഗ്രിമെൻറ്റ്സ് എന്നുള്ള പേരിൽ തന്നെയാണ് അറിയപ്പെടാറുള്ളത്. മറ്റൊരു എക്സാമ്പിളാണ് കൊടുത്തിട്ടുള്ള ആൻ അഗ്രിമെൻറ്റ് വിത്ത് മൈനർ എന്നുള്ളതാണ്, പ്രായപൂർത്തി എത്താത്ത ആളുമായിട്ട് അഗ്രിമെൻറ്റ്സ് ഉണ്ടാക്കുക എന്നുള്ളത്. ഓക്കെ, ഇല്ലീഗൽ അല്ല, പക്ഷേ അത് വോയിഡ് അഗ്രിമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ എൻഫോഴ്സ് ചെയ്യാൻ പറ്റാത്തതെന്ന് മാത്രമേ ഉള്ളൂ. അതേസമയം അതെന്തല്ല പണിഷബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ക്രിമിനൽ ആയിട്ടുള്ള അഗ്രിമെൻറ്റ്സ് അല്ല എന്നർത്ഥം. തേർഡ് ടൈപ്സ് അഗ്രിമെൻറ്റ് voidable contracts. Third type of contracts, voidable contracts. അതിൻ്റെ ഡെഫിനേഷൻ ആദ്യം ശ്രദ്ധിക്കുക. ആസ് പെർ സെക്ഷൻ 2 സബ്സെക്ഷൻ I, an agreement which is enforceable by law at the option of one or more party but not the option of other parties is called voidable contracts. ഒന്നുകൂടി ശ്രദ്ധിക്കാം. An agreement which is enforceable by law at the option of one or more party but not the option of other parties of contract is called വോയിഡബിൾ കോൺട്രാക്ട്സ്. വോയിഡബിൾ കോൺട്രാക്ട്സ് എന്നുള്ളത് ശരിക്കും വാലിഡ് കോൺട്രാക്റ്റിൻ്റെയും വോയിഡ് കോൺട്രാക്റ്റിൻ്റെയും ഇൻ ബിറ്റ്വീനായിട്ട് വരുന്ന ഒരു ടൈപ്സ് ഓഫ് കോൺട്രാക്റ്റ് ആണ്. വാലിഡ് കോൺട്രാക്റ്റിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞത് രണ്ട് പാർട്ടികൾക്കും ലീഗലി എൻഫോഴ്സ് ചെയ്യാൻ പറ്റുന്ന കോൺട്രാക്റ്റാണ് വാലിഡ് കോൺട്രാക്റ്റ്. വോയിഡ് കോൺട്രാക്ട്സ് എന്നുള്ളത് രണ്ട് പാർട്ടികൾക്കും നിലവിൽ ലീഗലി എൻഫോഴ്സ് ചെയ്യാൻ പറ്റാത്ത കോൺട്രാക്ട്സ് ആണ് വോയിഡ് കോൺട്രാക്ട്സ് എന്നുള്ളത്. വോയിഡബിൾ കോൺട്രാക്ട്സ് എന്ന് പറയുമ്പോൾ കോൺട്രാക്റ്റിലെ ഏതെങ്കിലും ചില പാർട്ടികൾക്ക്, അല്ലെങ്കിൽ കോൺട്രാക്റ്റിൽ മിനിമം 2 പാർട്ടിയാണ് ഉണ്ടാവുക, കോൺട്രാക്റ്റിലെ ഒരു പാർട്ടിക്ക് മാത്രം എൻഫോഴ്സ് ചെയ്യാൻ പറ്റുന്നതും എന്നാൽ മറ്റു പാർട്ടികൾക്ക് എൻഫോഴ്സ് ചെയ്യാൻ പറ്റാത്തതുമായിട്ടുള്ള കോൺട്രാക്ട്സിനെ പറയുന്ന പേരാണ് വോയിഡബിൾ കോൺട്രാക്ട്സ് എന്ന് പറയാം. 2 പാർട്ടിയാണ് ഒരു കോൺട്രാക്റ്റിൽ മിനിമം ലെവൽസിൽ ഉണ്ടാവുക. ആ 2 പാർട്ടി ഉള്ളതിൽ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് മാത്രം ആ കോൺട്രാക്റ്റ് ലീഗലി എൻഫോഴ്സ് ചെയ്യാൻ പറ്റുന്നതും അതേസമയം മറ്റു പാർട്ടികൾക്ക് ലീഗലി എൻഫോഴ്സ് ചെയ്യാൻ പറ്റാത്തതുമായിട്ടുള്ള കോൺട്രാക്ട്സിനെ പറയുന്ന പേരാണ് വോയിഡബിൾ കോൺട്രാക്ട്സ് എന്നുള്ള പേരിലായിട്ട് അറിയപ്പെടാറുള്ളത്. ഓക്കെ, ഇത് എപ്പോഴാണ് ഇത്തരത്തിലുള്ള കോൺട്രാക്ട്സ് ഉണ്ടാവുക? ലാസ്റ്റ് പാരഗ്രാഫിൽ ശ്രദ്ധിക്കുക. അവോയ്ഡബിൾ കോൺട്രാക്ട് ഈസ് അറൈസസ് വെൻ ദി കൺസെൻറ്റ് ഓഫ് കോൺട്രാക്ട് ഈസ് ഒബ്റ്റെയിൻഡ് ബൈ അൺഫ്രീ മെത്തേഡ്സ്. അവോയ്ഡബിൾ കോൺട്രാക്ട് ഈസ് അറൈസസ് വെൻ ദ കൺസെൻറ്റ് ഓഫ് കോൺട്രാക്ട് ഈസ് ഒബ്റ്റെയിൻഡ് ബൈ അൺഫ്രീ മെത്തേഡ്സ്. കോൺട്രാക്റ്റിന് ആവശ്യമായിട്ടുള്ള പാർട്ടികളുടെ കൺസെൻറ്റ് അൺഫ്രീ മെത്തേഡ്സ് പ്രകാരം, അതായത് ഫ്രീ അല്ലാത്ത രീതിയിലാണ് എതിർ പാർട്ടിയുടെ സമ്മതം മേടിച്ചത് എന്നുണ്ടെങ്കിൽ അത്തരം സാഹചര്യത്തിൽ ഫ്രീ അല്ലാത്ത രീതിയിൽ സമ്മതം മേടിച്ചുകൊണ്ട് ഉണ്ടാക്കുന്ന കോൺട്രാക്ട്സിൻ്റെ കേസസിലാണ് ഈ വോയിഡബിൾ കോൺട്രാക്റ്റ് എന്നുള്ള ടെർമിനോളജീസ് വരുന്നത്. വോയിഡബിൾ കോൺട്രാക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാർട്ടിക്ക് മാത്രം എൻഫോഴ്സ് ചെയ്യാൻ പറ്റുന്നതും രണ്ടാമത്തെ പാർട്ടിക്ക് എൻഫോഴ്സ് ചെയ്യാൻ പറ്റാത്തതുമായിട്ടുള്ള കോൺട്രാക്ട്സിനെയാണ് നമ്മൾ വോയിഡബിൾ കോൺട്രാക്ട്സ് എന്നുള്ള പേരിലായിട്ട് അറിയപ്പെടുക. അൺഫ്രീ മെത്തേഡ്സ് എന്ന് പറയുമ്പോൾ ഒരു കോൺട്രാക്റ്റിൻ്റെ സമ്മതം ശരിക്കും ഫ്രീ ആയിട്ടാണ് കിട്ടേണ്ടത്. ഫ്രീ അല്ലാത്ത രൂപത്തിൽ കിട്ടുന്നത് എന്നുള്ള എക്സാമ്പിൾസ് കൺസെൻറ്റ് കൊയർഷനിലൂടെയോ അൺഡ്യൂ ഇൻഫ്ലുവൻസിലൂടെയോ ഫ്രോഡ് മുഖാന്തരമോ മിസ്റെപ്രസെൻറ്റേഷൻ മുഖാന്തരമോ വാങ്ങാം. കൊയർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭീഷണിപ്പെടുത്തിയിട്ട്, അൺഡ്യൂ ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനഃപൂർവ്വം മാനസികമായി കൊണ്ട് പ്രേരിപ്പിച്ച്, ഫ്രോഡ് എന്ന് പറഞ്ഞാൽ കബളിപ്പിച്ചുകൊണ്ട്, മിസ്റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ റോങ് ഇൻഫർമേഷൻ കൊടുത്തുകൊണ്ട്. ഈ രീതിയിൽ ഏതെങ്കിലും തരത്തിൽ അൺഫ്രീ കൺസെൻറ്റ് മുഖാന്തരമാണ്, ഫ്രീ അല്ലാത്ത കൺസെൻറ്റിലൂടെയാണ് നമ്മളൊരു പാർട്ടിയുടെ കോൺട്രാക്റ്റിന് ആവശ്യമായിട്ടുള്ള അക്സെപ്റ്റൻസ് അല്ലെങ്കിൽ കൺസെൻറ്റ് നേടിയത് എന്നുണ്ടെങ്കിൽ അത്തരം കേസസിൽ ആ കോൺട്രാക്റ്റിനെ വിളിക്കുന്ന പേരാണ്, അല്ലെങ്കിൽ അത്തരം കേസസിലാണ് ശരിക്കും ഒരു കോൺട്രാക്റ്റ് എന്തായിട്ട് മാറുക? വോയിഡബിൾ കോൺട്രാക്ട്സ് ആയിട്ട് മാറുക. ആ കോൺട്രാക്റ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത വിച്ച് ക്യാൻ ബി എൻഫോഴ്സിബിൾ ബൈ വൺ ഓഫ് ദി പാർട്ടീസ് ഓഫ് കോൺട്രാക്ട് ബട്ട് നോട്ട് എൻഫോഴ്സിബിൾ ബൈ അതർ പാർട്ടീസ് ഓഫ് കോൺട്രാക്ട്. ഒരു പാർട്ടിക്ക് മാത്രം എൻഫോഴ്സ് ചെയ്യാൻ പറ്റുന്നതും എന്നാൽ മറ്റു പാർട്ടികൾക്ക് എൻഫോഴ്സ് ചെയ്യാൻ പറ്റാത്തതുമായിട്ടുള്ള കോൺട്രാക്ട്സ് ആണ് വോയിഡബിൾ കോൺട്രാക്ട്സ് എന്നുള്ള പേരിലായിട്ട് അറിയപ്പെടാറുള്ളത്. ഓക്കെ, ദ ഫോർത്ത് വൺ ഈസ് അൺഎൻഫോഴ്സിബിൾ കോൺട്രാക്ട്സ്. അൺഎൻഫോഴ്സിബിൾ കോൺട്രാക്ട്സ് ശ്രദ്ധിക്കുക. ഇറ്റ് ഈസ് എ കോൺട്രാക്ട് which cannot be enforced by law because of some technical defects such as absence of writing, stamp, etc. It is a contract which cannot be enforceable by law because of some technical defects such as absence of writing, stamp, etc. Okay, അതായത് താൽക്കാലികമായിക്കൊണ്ട് ചില ടെക്നിക്കലായിട്ടുള്ള ആബ്സെൻസ് കാരണം, ചില ടെക്നിക്കലായിട്ടുള്ള ഇംപെർഫെക്ഷൻസ് കാരണം താൽക്കാലികമായിക്കൊണ്ട് ലീഗൽ എൻഫോഴ്സിബിലിറ്റി ഇല്ലാത്ത കോൺട്രാക്ട്സിനെ പറയുന്ന പേരാണ് അൺഎൻഫോഴ്സിബിൾ കോൺട്രാക്ട്സ് എന്നുള്ള പേരിലായിട്ട് അറിയപ്പെടാറുള്ളത്. ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്നുള്ളത് ദിസ് കോൺട്രാക്ട് ക്യാൻ ബി എൻഫോഴ്സിബിൾ ഇഫ് സച്ച് ഡിഫെക്ട്സ് ആർ റെക്ടിഫൈഡ്. ആ ഉണ്ടായിട്ടുണ്ടായിരുന്ന ആ ഒരു ഇംപെർഫെക്ഷൻസ് അല്ല ഡിഫെക്ട്സ് ക്ലിയർ ചെയ്യുന്നതോടുകൂടി ഇത്തരം കോൺട്രാക്ട്സ്
ആക്ച്വലി വാലിഡ് ആയിട്ടുള്ള ലീഗലി പെർഫെക്റ്റ് ആയിട്ടുള്ള കോൺട്രാക്റ്റ് ആയിട്ട് തന്നെ മാറുമെന്ന് അർത്ഥം. ഫോർ എക്സാമ്പിളായിട്ട് ഒരു അഗ്രിമെൻറ്റ് ഉണ്ടാക്കിയാൽ ഒരു കോൺട്രാക്റ്റ് ഉണ്ടാക്കി അതിൽ കൃത്യമായിട്ടുള്ള എമൗണ്ടിൻ്റെ സ്റ്റാമ്പ് ഒട്ടിക്കാതിരിക്കുക. അപ്പോൾ 500 രൂപയുടെ സ്റ്റാമ്പ് ഒട്ടിക്കേണ്ട കോൺട്രാക്ട്സിൻ്റെ ഡോക്യുമെൻറ്റ്സിൽ നമ്മളൊരു 200 രൂപയുടെ സ്റ്റാമ്പ് അറിയാതെ 200 രൂപയുടെ സ്റ്റാമ്പ് മാത്രമേ ഒട്ടിച്ചിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ അത് 500 രൂപയുടെ സ്റ്റാമ്പ് ഒട്ടിക്കുന്നത് വരെ ആ ഒരു കോൺട്രാക്ട്സിന് ലീഗൽ വാലിഡിറ്റി ഉണ്ടാവില്ല, അത് അൺഎൻഫോഴ്സിബിൾ ആയിരിക്കുമെന്ന് അർത്ഥം. അപ്പോൾ അൺഎൻഫോഴ്സിബിൾ കോൺട്രാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ടെക്നിക്കൽ മിസ്റ്റേക്ക് ഉണ്ടായത് കാരണം, ചെറിയ ടെക്നിക്കൽ ഇൻപെർഫെക്ഷൻസ് ഉണ്ടായത് കാരണം തൽക്കാലത്തേക്ക് അൺഎൻഫോഴ്സിബിൾ ആയിട്ടുള്ള കോൺട്രാക്ട്സിനെയാണ് നമ്മൾ അൺഎൻഫോഴ്സിബിൾ കോൺട്രാക്ട്സ് എന്നുള്ള പേരിലായിട്ട് അറിയപ്പെടാറുള്ളത്. ഓക്കെ, ഇല്ലീഗൽ കോൺട്രാക്ട്സ് ലാസ്റ്റ് ടൈപ്സ് ആണ് ഒന്നാമത്തെ ഫോർമാറ്റിൻ്റെ. ഇല്ലീഗൽ കോൺട്രാക്ട്സ് മീൻസ് എ കോൺട്രാക്ട് വിച്ച് ആർ പ്രൊഹിബിറ്റഡ് ബൈ ലോ. നിയമപ്രകാരം നിരോധിക്കപ്പെട്ട കോൺട്രാക്ട്സുകളെ പറയുന്ന പേരാണ്. നിയമപ്രകാരം നിരോധിക്കപ്പെട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്തരം വിഷയങ്ങളിൽ കോൺട്രാക്റ്റ് ഉണ്ടാക്കുന്നത് നിരോധിക്കപ്പെട്ട ടൈപ്പ് ഓഫ് കോൺട്രാക്ട്സിനാണ് നമ്മൾ ഇല്ലീഗൽ കോൺട്രാക്ട്സ് എന്ന് പറയും. ഓക്കെ, ഇറ്റ് ഇസ് എ കോൺട്രാക്ട് വിച്ച് ആർ അഗെയിൻസ്റ്റ് പബ്ലിക് പോളിസി ഓർ ഇമ്മോറൽ ഓർ ക്രിമിനൽ ഇൻ നേച്ചർ. രാജ്യത്തിൻ്റെ പൊതു നന്മയ്ക്കെതിരായിട്ടുള്ളതോ ഇമ്മോറൽ ആയിട്ടുള്ളതോ, അതായത് മൊറാലിറ്റിക്ക് എതിരായിട്ടുള്ളതോ ആയ, അതല്ലെങ്കിൽ ക്രിമിനൽ ഇൻ നേച്ചർ, ക്രിമിനൽ സ്വഭാവമുള്ളതോ ആയിട്ടുള്ള കോൺട്രാക്ട്സിന്, രാജ്യത്ത് ചെയ്യാൻ പാടില്ല എന്ന് ഗവൺമെൻറ് പ്രൊഹിബിറ്റ് ചെയ്ത വിഷയങ്ങളിൽ കോൺട്രാക്ട്സ് ഉണ്ടാക്കുമ്പോൾ അതിന് പറയുന്ന പേരാണ് ഇല്ലീഗൽ കോൺട്രാക്ട്സ്. ഒരു വ്യക്തിയെ കൊലപ്പെടുത്താൻ വേണ്ടി 2 പാർട്ടികൾ തമ്മിൽ കോൺട്രാക്റ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ അതൊരു ഇല്ലീഗൽ കോൺട്രാക്ട്സ് ആയിട്ടാണ് അറിയപ്പെടാറുള്ളത്. ഓക്കെ, അപ്പോൾ അതാണ് ഒന്നാമത്തെ ടൈപ്സുമായി ബന്ധപ്പെട്ട, ഓൺ ദി ബേസിസ് ഓഫ് ഫോർമേഷൻ എന്ന ടൈപ്സുമായി ബന്ധപ്പെട്ട 5 ടൈപ്സ് ഓഫ് കോൺട്രാക്ട്സ് വരിക. വാലിഡ് കോൺട്രാക്ട്, വോയിഡ് കോൺട്രാക്ട്സ്, വോയിഡബിൾ കോൺട്രാക്ട്സ്, അൺഎൻഫോഴ്സിബിൾ കോൺട്രാക്ട്സ് ആൻഡ് ഇല്ലീഗൽ കോൺട്രാക്ട്സ്. ഓക്കെ, ഇനി അടുത്തത് വരുന്നത് രണ്ടാമത്തെ ബേസാണ് ഓൺ ദി ബേസിസ് ഓഫ് ഫോർമേഷൻസ് ഓഫ് കോൺട്രാക്ട്സ് എന്നുള്ളത്. ഓൺ ദി ബേസിസ് ഓഫ് ഫോർമേഷൻസ് ഓഫ് കോൺട്രാക്ട്സ് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ക്ലാസിഫിക്കേഷൻ നിങ്ങളുടെ മനസ്സിലുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ക്ലാസിഫിക്കേഷൻ. ഇപ്പോൾ നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്ത് തീർത്തിട്ടുള്ളത് വാലിഡിറ്റിയുടെ അടിസ്ഥാനത്തിലുള്ള 5 ക്ലാസിഫിക്കേഷനാണ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫോർമേഷൻ അടിസ്ഥാനത്തിൽ നമുക്ക് കോൺട്രാക്ട്സിനെ 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാന്നുള്ളതാണ്. ഓൺ ദി ബേസിസ് ഓഫ് ഫോർമേഷൻ കോൺട്രാക്ട് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ 3 ടൈപ്സ്: എക്സ്പ്രസ്ഡ് കോൺട്രാക്ട്, ഇംപ്ലൈഡ് കോൺട്രാക്ട്സ് ആൻഡ് ക്വാസി കോൺട്രാക്ട്സ്. ഓക്കെ, എക്സ്പ്രസ്ഡ് കോൺട്രാക്ട് ഒന്നാമത്തെ ടൈപ്സ് ആണ്. ഇറ്റ് ഇസ് എ കോൺട്രാക്ട് വിച്ച് ആർ എൻറ്റേർഡ് ബിറ്റ്വീൻ ദി പാർട്ടീസ് ബൈ സ്പോക്കൺ ഓർ റിട്ടൺ വേർഡ്സസ്. അപ്പോൾ ഇവിടെ ഓൺ ദി ബേസ് ഓഫ് ഫോർമേഷൻ എന്ന് പറയുമ്പോൾ ഏത് രീതിയിലാണ്, ഏത് രൂപത്തിലാണ് നമ്മളൊരു കോൺട്രാക്റ്റ് ഉണ്ടാക്കുന്നതാണ്. കോൺട്രാക്റ്റ് ഉണ്ടാക്കുന്ന രീതിക്കനുസരിച്ച് കൊണ്ട് കോൺട്രാക്റ്റ് നമുക്ക് 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. അതുപ്രകാരമാണ് ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ എക്സ്പ്രസ്ഡ് കോൺട്രാക്റ്റ്. Expressed contracts means a contract which are entered between the parties by spoken or റിട്ടേൺ വേർഡ്സ്. സ്പോക്കൺ വേർഡ്സ് യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ റിട്ടേൺ വേർഡ്സ് യൂസ് ചെയ്തിട്ടോ ഉണ്ടാക്കുന്ന കോൺട്രാക്ട്സുകളെ പറയുന്ന പേരാണ് എക്സ്പ്രസ്ഡ് കോൺട്രാക്ട്. അപ്പോൾ നമ്മൾ കമ്മ്യൂണിക്കേഷനിൽ പഠിക്കാറുണ്ട് വെർബൽ കമ്മ്യൂണിക്കേഷൻസ് എന്നുള്ളത് അല്ലേ. വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ ബൈ യൂസിങ് ഓറൽ വേർഡ്സ് ഓർ റിട്ടേൺ വേർഡ്സ് എന്നാണ് പറയാറുള്ളത്. അതേപോലെ തന്നെ ഓറൽ വേർഡ്സോ റിട്ടേൺ വേർഡ്സോ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എക്സ്പ്രസീവ് ആയിക്കൊണ്ട് വളരെ കൃത്യമായിട്ട് എന്ത് ടൈപ്പ് കോൺട്രാക്റ്റാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് ഒന്നെങ്കിൽ എഴുതിയ ഡോക്യുമെൻറ്റ്സ് ഉള്ള അല്ലെങ്കിൽ മുഖാമുഖമായിക്കൊണ്ട് ഓറൽ ആയിക്കൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടുണ്ടാക്കുന്ന കോൺട്രാക്ട്സിനെയാണ് നമ്മൾ എക്സ്പ്രസ്ഡ് കോൺട്രാക്ട്സ് എന്നുള്ള പേരിലായിട്ട് അറിയപ്പെടാറുള്ളത്. ഓക്കെ, സെക്കൻഡ് ടൈപ്സ് ഇംപ്ലൈഡ് കോൺട്രാക്ട്സ്. ഇംപ്ലൈഡ് കോൺട്രാക്ട്സിൻ്റെ മറ്റൊരു ആൾട്ടർനേറ്റീവ് ടേമാണ് ടേസിറ്റ് കോൺട്രാക്റ്റ്. ചിലപ്പോൾ ആ വേർഡ് വെച്ചുകൊണ്ട് 2 മാർക്കിന് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ബട്ട് ടേസിറ്റ് കോൺട്രാക്റ്റ് എന്നുള്ളത് ഇംപ്ലൈഡ് കോൺട്രാക്റ്റിൻ്റെ മറ്റൊരു ആൾട്ടർനേറ്റീവാണ്, മറ്റൊരു സിനോണിം വേർഡാണ് ടേസിറ്റ് കോൺട്രാക്റ്റ് എന്നുള്ളത്. എന്താണ് ഇംപ്ലൈഡ് കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ എക്സ്പ്രസ്ഡ് കോൺട്രാക്റ്റിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മൾ ഇംപ്ലൈഡ് കോൺട്രാക്ട്സ് അറിയപ്പെടുക. ഓക്കെ, ഇറ്റ്സ് എ കോൺട്രാക്ട് which is created through an act or conduct of parties or course of dealings between them. It is a contract which is created through an act. ആക്ട് പറഞ്ഞാൽ അവിടെ പ്രവർത്തനം എന്നുള്ള അർത്ഥമാണ് വരിക. ആക്ട് ഓർ കണ്ടക്ട്. കണ്ടക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബിഹേവിയർ അല്ലേ, കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് എന്നൊക്കെ പറയാറുണ്ട്. നമ്മൾ വ്യക്തികളുടെ അല്ലെങ്കിൽ പാർട്ടികളുടെ പ്രവർത്തനത്തിലൂടെയോ അല്ലെങ്കിൽ പാർട്ടികളുടെ സ്വഭാവത്തിലൂടെയോ അല്ലെങ്കിൽ പാർട്ടികൾ പരസ്പരം ഡീല് ചെയ്യുന്ന രൂപത്തിനനുസരിച്ച് കൊണ്ടോ ഉണ്ടാക്കുന്ന കോൺട്രാക്ട്സിനെ പറയുന്ന പേരാണ് ഇംപ്ലൈഡ് കോൺട്രാക്ട്സ് എന്നുള്ള പേരിൽ അറിയപ്പെടാറുള്ളത്. കുറച്ചുകൂടി ഈസി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ചെറിയൊരു സെൻറ്റൻസ് ഞാൻ കൊടുത്തിട്ടുണ്ട് അടുത്തായത്. ഇറ്റ് ഇസ് എ കോൺട്രാക്ട് വിച്ച് ഈസ് ക്രിയേറ്റഡ് വിത്തൗട്ട് യൂസിങ് എനി ഓറൽ ഓർ റിട്ടേൺ വേർഡ്സസ്. ഇറ്റ്സ് എ കോൺട്രാക്ട് വിച്ച് ഈസ് ക്രിയേറ്റഡ് വിത്തൗട്ട് യൂസിങ് എനി ഓറൽ ഓർ റിട്ടേൺ വേർഡ്സ്. യാതൊരു തരത്തിലുള്ള ഓറൽ വേർഡ്സോ റിട്ടേൺ വേർഡ്സോ ഉപയോഗിക്കാതെ, അതായത് വെർബലായിക്കൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെ ഉണ്ടാക്കുന്ന കോൺട്രാക്ട്സിനെയാണ് നമ്മൾ
എന്ത് വിളിക്കുക, ഇംപ്ലൈഡ് കോൺട്രാക്ട്സ് എന്ന് പറയുക. അതായത് നമ്മൾ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻസ് എന്ന് പറയാറുണ്ട് ഇംഗ്ലീഷിൽ അല്ലേ. നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ആളുകളുടെ ആംഗ്യഭാഷ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ജസ്റ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ബോഡി ലാംഗ്വേജ് ഉപയോഗിച്ചുകൊണ്ടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഇതേപോലെ തന്നെ ഓറൽ ആയിട്ടുള്ളതോ അല്ലെങ്കിൽ റിട്ടൺ ആയിട്ടുള്ളതോ ആയിട്ടുള്ള ഏതെങ്കിലും വേർഡ്സുകളൊന്നും ഉപയോഗിക്കാതെ തന്നെ ആളുകളുടെ പ്രവർത്തനത്തിലൂടെയോ ആളുകളുടെ പെരുമാറ്റത്തിലൂടെയോ ആളുകൾ തമ്മിൽ പരസ്പരം ഇൻട്രാക്ട് അല്ലെങ്കിൽ ഡീല് ചെയ്യുന്ന രൂപം മനസ്സിലാക്കിക്കൊണ്ടോ ഉണ്ടാകുന്ന കോൺട്രാക്ട്സിനെ പറയുന്ന പേരാണ് ഇംപ്ലൈഡ് കോൺട്രാക്ട്സ് എന്നുള്ള പേരിലായിട്ട് അറിയപ്പെടാറുള്ളത് അല്ലേ. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു നമ്മളൊരു ബസ് കാത്തു നിൽക്കുകയാണെന്ന് വിചാരിക്കുക. കോഴിക്കോട് ഭാഗത്തേക്ക് പോകാൻ വേണ്ടി വള്ളുവമ്പുറത്ത് നമ്മളൊരു ബസ് കാത്തു നിൽക്കുക എന്നുണ്ടെങ്കിൽ, അപ്പോൾ പാലക്കാട് ഭാഗത്തു നിന്ന് ഒരു ബസ് വരുന്നുണ്ട്. സ്വാഭാവികമായിക്കൊണ്ടും എന്ത് ചെയ്യുക, നമുക്ക് കണ്ടാലറിയാം അത് എന്താണ്, ടൂറിസ്റ്റ് ബസ്സാണോ അതല്ല ലൈൻ ബസ്സായിക്കൊണ്ട് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന ബസ്സാണോ എന്നുള്ളത്. സ്വാഭാവികമായിക്കൊണ്ട് ഒരു ലൈൻ ബസ് വരുന്ന സമയത്ത് നമ്മളതിന് കൈ കാണിക്കും അല്ലെ, കൈ കാണിച്ചുകൊണ്ട് അതിൽ കയറുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അപ്പോൾ കയറി നമ്മൾ എന്താ പറയുക, യാത്ര ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് അതിലെ കണ്ടക്ടർ നമ്മളെ റോട്ടിലിറങ്ങിയിട്ട് ഇത് കോഴിക്കോട് വരെ പോകുന്ന ബസ്സാണ്, നിങ്ങൾക്ക് അതുവരെ പോകാൻ താല്പര്യമുണ്ടെങ്കിൽ ഇത്ര എമൗണ്ട് തന്നു കഴിഞ്ഞാൽ നമുക്ക് കൊണ്ടുപോകാം എന്നുള്ളത് നമ്മളുമായി മുൻകൂട്ടി ഏതെങ്കിലും രൂപത്തിലുള്ള ഓറലോ റിട്ടേൺ ആയിട്ടുള്ള ഓഫറൊന്നും ഇല്ലാതെ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്. ആ വാഹനം കാണുമ്പോൾ അല്ലേ, റോഡിലൂടെ പല വാഹനങ്ങളും പല ബസ്സുകളും പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ഈ ഒരു ബസ്സിന് വേണ്ടി മാത്രം കറക്റ്റായിക്കൊണ്ട് കൈ കാണിക്കുകയും അതിൽ കയറിയിരിക്കുകയും ചെയ്യും. കാരണം ആ ബസ് വരുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് സാധാരണഗതിയിൽ ഒരു ടാക്സി ബസ്സാണ്, അല്ലെങ്കിൽ ആളുകൾക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന ബസ്സാണ്, ഫെയർ കൊടുത്തുകൊണ്ട് ടിക്കറ്റ് എടുത്തുകൊണ്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന ബസ്സാണെന്നുള്ള ആ ബസ് വരുന്ന സമയത്ത് നമുക്ക് അറിയാൻ പറ്റും. സ്വാഭാവികമായിക്കൊണ്ടും അതെന്ത് ചെയ്യുക, അതിൽ കയറി കഴിഞ്ഞാൽ നാച്ചുറൽ ആയിക്കൊണ്ട് നമ്മളെ കോഴിക്കോട് വരെ എത്തിക്കുക എന്നുള്ള ബസ്സിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അതുപോലെ തന്നെ കോഴിക്കോട് വരെ എത്തിക്കുന്നതിന് നമ്മളിൽ നിന്നും ഒരു നിശ്ചിത എമൗണ്ട് ടിക്കറ്റ് ചാർജ് ഈടാക്കുക എന്നുള്ളത് ബസ്സിൻ്റെ തൊഴിലാളികളുടെ അധികാരമാണെന്ന് അർത്ഥം. ഇതൊരു പരസ്പരം പ്രത്യേകിച്ച് മുൻകൂട്ടി ഓറലോ റിട്ടേൺ ആയിട്ടുള്ള അഗ്രിമെൻ്റ് ഒന്നും ഉണ്ടാക്കാതെ ആ ഒരു ബസ് വരുന്ന രൂപം അല്ലെങ്കിൽ ആ ഒരു രീതി കാണുമ്പോൾ അതിന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ആക്ട് അപ്പോൺ ചെയ്യുന്ന ഒരു അഗ്രിമെൻറ്റ്സാണ്. അതാണ് നമ്മൾ ഇംപ്ലൈഡ് കോൺട്രാക്ട്സ് എന്നുള്ള പേരിലായിട്ട് അറിയപ്പെടാറുള്ളത്. മൂന്നാമത്തെ ടൈപ്സ് വരുന്നത് കോൺട്രാക്ട് ഉണ്ടാക്കുന്ന രൂപത്തിനനുസരിച്ച് കൊണ്ടുവരുന്ന തേർഡ് ടൈപ്സ് ക്ലാസിഫിക്കേഷനാണ് ക്വാസി കോൺട്രാക്റ്റ് എന്നുള്ളത്. ക്വാസി കോൺട്രാക്റ്റിന് മറ്റൊരു പേരാണ് കൺസ്ട്രക്റ്റീവ് കോൺട്രാക്റ്റ് എന്നുള്ളത്. കൺസ്ട്രക്റ്റീവ് കോൺട്രാക്റ്റ്, ഇവിടെ രണ്ട് സെൻറ്റൻസാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇറ്റ്സ് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് കോൺട്രാക്ട് വിച്ച് ഈസ് ക്രിയേറ്റഡ് ബൈ ലോ ഇറ്റ് സെൽഫ് ഫോർ പ്രൊട്ടക്റ്റിംഗ് സോഷ്യൽ ജസ്റ്റിസ്. എന്താണ് ക്വാസി കോൺട്രാക്റ്റ് എന്നുള്ളതിൻ്റെ ഒന്നാമത്തെ മീനിങ് ആണ്. ഇറ്റ്സ് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് കോൺട്രാക്ട് വിച്ച് ഈസ് ക്രിയേറ്റഡ് ബൈ ലോ ഇറ്റ് സെൽഫ് ഫോർ പ്രൊട്ടക്റ്റിംഗ് സോഷ്യൽ ജസ്റ്റിസ്. ഇതൊരു പ്രത്യേക ടൈപ്സ് കോൺട്രാക്റ്റ് ആണ്. അങ്ങനെ പറയാനുള്ള കാരണം ഇത് കോൺട്രാക്റ്റിംഗ് പാർട്ടികൾ ഓഫറും ആക്സെപ്റ്റൻസും നൽകി സാധാരണഗതിയിൽ ഉണ്ടാക്കുന്നത് പോലെയുള്ളൊരു കോൺട്രാക്ട്സ് അല്ല, പ്രത്യേക രൂപത്തിലുള്ള കോൺട്രാക്ട്സ് ആണ്. എന്താ അതിൻ്റെ പ്രത്യേകത? ഇറ്റ് ഈസ് ക്രിയേറ്റഡ് ബൈ ലോ ഇറ്റ് സെൽഫ്. ഇത് കോടതി അല്ലെങ്കിൽ നിയമം സ്വമേധയാ ഉണ്ടാക്കുന്ന കോൺട്രാക്ട്സ് ആണ്. പാർട്ടികൾ തമ്മിൽ ഉണ്ടാക്കുന്ന കോൺട്രാക്ട്സ് അല്ല, രണ്ട് വ്യക്തികൾ തമ്മിലോ രണ്ട് പാർട്ടികൾ തമ്മിലോ ഉണ്ടാക്കുന്ന കോൺട്രാക്ട്സ് അല്ല. പകരം നിയമം, അതായത് കോടതി സ്വമേധയാ ഉണ്ടാക്കിയെടുക്കുന്ന കോൺട്രാക്ട്സ് ആണ്. എന്ത് പർപ്പസിന് വേണ്ടിയിട്ട്? ഫോർ പ്രൊട്ടക്റ്റിംഗ് സോഷ്യൽ ജസ്റ്റിസ്, സാമൂഹിക നീതി നടപ്പിലാക്കാൻ വേണ്ടി, രണ്ട് പാർട്ടികൾക്കിടയിലുള്ള നീതി നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് കോടതി സ്വമേധയാ രണ്ട് പാർട്ടികൾക്കിടയിൽ ഉണ്ടാക്കിയെടുക്കുന്ന കോൺട്രാക്ട്സിനെ പറയുന്ന പേരാണ് ക്വാസി കോൺട്രാക്ട്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഓഫറും ആക്സെപ്റ്റൻസിൻ്റെ ഒന്നും പ്രശ്നം ഉദിക്കുന്നില്ല, ഓഫറും ആക്സെപ്റ്റൻസും ഒന്നും ഉണ്ടാവേണ്ട ആവശ്യമില്ല എന്നർത്ഥം. ഓക്കെ, മറ്റൊരു പാരഗ്രാഫ് നമ്മൾ അതിൽ കൊടുത്തിട്ടുള്ളത്, ദിസ് കോൺട്രാക്ട് ഈസ് ക്രിയേറ്റഡ് ഓൺ ദി ബേസിസ് ഓഫ് എ സ്പെഷ്യൽ പ്രിൻസിപ്പിൾസ് ദാറ്റ് a person shall not allowed to enrich himself at the expense of another person. ചിലപ്പോൾ 2 മാർക്കിനും അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സോ ആയിട്ടൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ക്വാസി കോൺട്രാക്റ്റ് ഒരു പ്രത്യേക പ്രിൻസിപ്പിൾസിൻ്റെ അടിസ്ഥാനത്തിലാണ് കോടതി ഉണ്ടാക്കാറുള്ളത് നടത്തും. എന്താ പ്രിൻസിപ്പിൾസ്? എ പേഴ്സൺ ഷാൽ നോട്ട് അലൗഡ് ടു എൻറിച്ച് ഹിംസെൽഫ് അറ്റ് ദി എക്സ്പെൻസ് ഓഫ് അനദർ പേഴ്സൺ. ഒരു വ്യക്തിയെ മറ്റൊരാളുടെ ചെലവിൽ ധനികനാവാൻ സമ്മതിക്കാതിരിക്കുക. അതായത് ഒരു വ്യക്തിയെ മറ്റൊരാളുടെ ചെലവിൽ ഏതെങ്കിലും രൂപത്തിൽ ആനുകൂല്യം അധാർമികമായിക്കൊണ്ട് വസൂലാക്കാൻ അനുവദിക്കാതിരിക്കുക എന്നുള്ള ഒരു ജനറൽ ലീഗൽ പ്രിൻസിപ്പിൾസിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള കോൺട്രാക്റ്റാണ് ആക്ച്വലി ക്വാസി കോൺട്രാക്റ്റ് എന്നുള്ള പേരിലായിട്ട് അറിയപ്പെടാറുള്ളത്. ക്വാസി കോൺട്രാക്റ്റിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് നോക്കുക. ചിലപ്പോൾ ഇത് പാരഗ്രാഫ് ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാറുണ്ട്. പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ക്വാസി കോൺട്രാക്റ്റ്, അതിൻ്റെ ഫീച്ചേഴ്സ്, അതുപോലെ തന്നെ ടൈപ്സ് ഓഫ് ക്വാസി കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞുകൊണ്ടും നമുക്കതുമായി ബന്ധപ്പെട്ട് ചില പോയിൻറ്റ്സുകൾ പറയാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ഇതിൽ ഫീച്ചേഴ്സ് എന്നുള്ളത്, ദിസ് ഈസ് നോട്ട് എ റിയൽ കോൺട്രാക്ട്.
ബട്ട് ഇറ്റ് ഈസ് എൻ ഒബ്ലിഗേഷൻ ഇമ്പോസ്ഡ് ബൈ ലോ. ഇത് സാധാരണഗതിയിലുള്ളൊരു കോൺട്രാക്റ്റ് അല്ല, അതായത് യഥാർത്ഥത്തിൽ ഉള്ള ഒരു കോൺട്രാക്റ്റ് അല്ല എന്നർത്ഥം. യഥാർത്ഥത്തിലുള്ള കോൺട്രാക്റ്റ് ആവണമെങ്കിൽ സാധാരണ ഒരാളൊരു ഓഫർ കൊടുക്കുകയും എതിർ പാർട്ടി അത് ആക്സെപ്റ്റ് ചെയ്യുകയും അതിൽ കൺസിഡറേഷൻ സ്റ്റിപ്പുലേറ്റ് ചെയ്യുകയും അതിൽ ഫ്രീ കൺസെൻറ്റും കപ്പാസിറ്റി ഓഫ് പാർട്ടീസൊക്കെ ഉണ്ടാവണം എന്നർത്ഥം. ഈ രീതിയിൽ ഉണ്ടാക്കുന്ന ഒരു കോൺട്രാക്ട്സ് അല്ല ഇത്. പകരം എൻ ഒബ്ലിഗേഷൻ ഇമ്പോസ്ഡ് ബൈ ലോ, നിയമം സ്വമേധയാ ഉണ്ടാക്കിയെടുക്കുന്ന, രണ്ട് പാർട്ടികൾക്കിടയിൽ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഒബ്ലിഗേഷൻസ്, ഒരു ഉത്തരവാദിത്തം രണ്ട് പാർട്ടിയെ ഏൽപ്പിക്കുന്നതിനാണ് നമ്മളിവിടെ ഇതൊരു കോസി കോൺട്രാക്റ്റ് എന്നുള്ള രൂപത്തിൽ പരിഗണിക്കാറുള്ളത്. ഞാൻ ഈ ഫീച്ചേഴ്സ് പറഞ്ഞതിന് ശേഷം ഒരു എക്സാമ്പിൾസ് ടിപ്പിക്കലായിട്ട് വേണമെങ്കിൽ പറയാം. രണ്ടാമത്തെ ഫീച്ചർ എന്നുള്ളത് ഇറ്റ് ഡസ് നോട്ട് അറൈസസ് ഫ്രം എനി അഗ്രിമെൻറ്റ്സ്. ഏതെങ്കിലും തരത്തിലുള്ള അഗ്രിമെൻറ്റിൻ്റെ ഭാഗമായി കൊണ്ടല്ല എന്തുണ്ടാവുന്നത്, കോസി കോൺട്രാക്റ്റ് ഉണ്ടാക്കുന്നത്. ദാറ്റ് ഇസ് എ സെക്കൻഡ് ഫീച്ചർ. ആൻഡ് ദ തേർഡ് ഫീച്ചർ, ഇറ്റ് ഈസ് നോട്ട് അറൈസസ് ഫ്രം എനി പ്രോമിസ് ഓഫ് ദി പാർട്ടി. ഇറ്റ് ഈസ് നോട്ട് അറൈസസ് ഫ്രം എനി പ്രോമിസ് ഓഫ് ദി പാർട്ടി. ഏതെങ്കിലും തരത്തിലൊരു പ്രോമിസിൻ്റെ ഭാഗമായിക്കൊണ്ട്, എന്താ പ്രോമിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫർ കൊടുക്കുകയും ഓഫർ ആക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യുന്നതിനെയാണ് നമ്മൾ പ്രോമിസ് എന്നുള്ള പേരിലായിട്ട് അറിയപ്പെടാറുള്ളത്. ഓക്കെ. And the fourth feature, when the obligation created by the quasi contract is defaulted, the injured party have right to receive the compensation from the defaulting party. ഈ രീതിയിൽ കോസി കോൺട്രാക്റ്റ് പ്രകാരമുള്ള ഉത്തരവാദിത്തം ചെയ്യുന്നതിൽ ഏതെങ്കിലും പാർട്ടീസ് വീഴ്ച വരുത്തി കഴിഞ്ഞാൽ വീഴ്ച വരുത്തിയ വ്യക്തിക്കെതിരെ അതിന് വിധേയപ്പെട്ട വ്യക്തിക്ക് സ്വാഭാവികമായിക്കൊണ്ടും നഷ്ടപരിഹാരത്തിന് കേസ് കൊടുക്കാനുള്ള പെർമിഷൻ ഉണ്ടായിരിക്കും എന്നർത്ഥം. അപ്പോൾ ഞാനതിന് നിങ്ങൾക്ക് പ്രാക്ടിക്കലായിട്ട് മനസ്സിലാവാൻ വേണ്ടി ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ എ എന്നുള്ള പാർട്ടി എന്ത് ചെയ്യാണ്, ഒരു കസ്റ്റമറാണെന്ന് വിചാരിക്കുക. അപ്പോൾ സ്വാഭാവികമായിക്കൊണ്ട് നമ്മളൊക്കെ ചില സാധനങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ കസ്റ്റമർ എന്ന് വിളിക്കുമല്ലോ. എ എന്നുള്ള ഒരു കസ്റ്റമറാണ്. ബി എന്നുള്ളത് ഒരു റീറ്റെയിൽ ഷോപ്പ് നടത്തുന്ന വ്യക്തിയാണ്. അപ്പോൾ നമ്മുടെ വീടിനടുത്തുള്ള ഒരു പലചരക്ക് കട നടത്തുന്ന വ്യക്തിയാണ് ബി എന്നുള്ളത്. എ എന്നുള്ളത് നമ്മളാണ് വിചാരിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ അയൽപ്പക്കത്തുള്ള പലചരക്ക് കടക്കാരനായിട്ടുള്ള ബി എന്നുള്ള ആളെ ഫോണിൽ വിളിച്ചിട്ട് പറയാണ്, എൻ്റെ വീട്ടിലേക്ക് ഒരു ചാക്കാരി ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ചാക്ക അരി എത്തിച്ചു തരണം എന്ന് നമ്മൾ ഫോൺ വിളിച്ചുകൊണ്ട് ഗുഡ്സ് ഓർഡർ ചെയ്യണം. നമ്മൾ സാധാരണ ഇതിൽ അങ്ങനെ ചെയ്യാറുണ്ടല്ലോ അല്ലേ. ഒരു ചാക്ക അരി വേണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ തൊട്ടടുത്തുള്ള പലചരക്കാരനായിട്ടുള്ള ആളെ വിളിച്ചുകൊണ്ട് ഒരു ചാക്ക അരി ഓർഡർ ചെയ്യുകയാണ്. ഓക്കെ. അപ്പോൾ ബി എന്നുള്ള പലചരക്കുകാരൻ നമ്മുടെ ഓർഡർ കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ അയാളുടെ ഷോപ്പിൽ നിന്ന് ഒരു ചാക്ക അരി അയാളുടെ സ്കൂട്ടറുമേലാക്കിയിട്ടോ അല്ലെങ്കിൽ ഒരു ഓട്ടോറിക്ഷ വിളിച്ചിട്ടോ എന്ത് ചെയ്യാണ്, നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടിറക്കി തരികയാണ്. അപ്പോൾ അങ്ങനെ ഡെലിവറി ഇറക്കുന്ന സമയത്ത് ആ ഗുഡ്സ് ഒരു ചാക്ക അരി ഇറക്കി തരുന്ന സമയത്ത് നമ്മുടെ വീടാണ് എന്ന് കരുതിയിട്ട് അവർ വീട് മാറി നമ്മുടെ അയൽവാസിയുടെ വീട്ടിലാണ് ആ ഒരു ചാക്ക അരി ഇറക്കിയത് എന്ന് വിചാരിക്കുക. ഓക്കെ. സോ അയാളത് എന്താ പറയുക, മനഃപൂർവ്വം ഇറക്കിയതല്ല, നമ്മുടെ വീടാണ് എന്ന് കരുതിയിട്ട് തന്നെ ആ സ്ഥലം മാറി അല്ലെങ്കിൽ വീട് മാറി നമ്മുടെ അയൽവാസിയുടെ വീട്ടിലാണ് ഈ ഒരു ചാക്കാരി ഇറക്കിയതെന്ന് വിചാരിക്കുക. സ്വാഭാവികമായിക്കൊണ്ടും അയാളുടെ ട്രാൻസാക്ഷൻ നടത്തി എന്നുള്ള രീതിയിൽ അവർ റിട്ടേൺ ചെയ്ത് തിരിച്ചു പോവുകയും ചെയ്യും. 1-2 ദിവസം കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ബി എന്നുള്ള ആ പലചരക്കുകാരൻ നമ്മളെ കാണുമ്പോൾ ചോദിക്കും, നിങ്ങൾ പറഞ്ഞ ഒരു ചാക്കാരി ഞാൻ വീട്ടിലെത്തിച്ചു തരുന്നു കഴിഞ്ഞ ദിവസം, അതിൻ്റെ വില ആയിട്ടുള്ള ഒരു 2000 റുപ്പീസ് അല്ലെങ്കിൽ 2500 റുപ്പീസ് തരാനുണ്ട് എന്ന് പറയുമ്പോൾ എ എന്നുള്ള നമ്മൾ സ്വാഭാവികമായിട്ടും പറയും, അരി ഞാൻ ഓർഡർ ചെയ്തിരുന്നു അല്ലേ, അരി ഞാൻ ഓർഡർ ചെയ്തിരുന്നു, പക്ഷേ എന്ത് ചെയ്തിട്ടില്ല, എനിക്ക് ആ അരി ഇതുവരെ കിട്ടിയിട്ടില്ല. അരി നിങ്ങൾ കൊണ്ടെത്തിച്ച് തരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഞാനതിൻ്റെ പൈസ തരാം, ഞാനത് ഓർഡർ ചെയ്തിരുന്നു പക്ഷേ സാധനം കിട്ടിയിട്ടില്ല എന്ന് പറയും. ബി എന്നുള്ള റീറ്റെയിൽ ഷോപ്പുകാരൻ സ്വാഭാവികമായിട്ടും പറയും, അല്ല അരി ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ നിങ്ങളെ വീട്ടിലേക്ക് എത്തിച്ചിരുന്നു, നിങ്ങൾക്കത് കിട്ടിയിട്ടില്ല, ഒന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കൂ എന്നൊക്കെ പറയും. അപ്പോൾ നമ്മൾ വീട്ടിൽ പോയിട്ട് അന്വേഷിച്ച് നോക്കുന്ന സമയത്ത് അങ്ങനെ അരി നമ്മുടെ വീട്ടിലേക്ക് എത്തിയിട്ടില്ല, കാരണം വീട് മാറി നമ്മുടെ അയൽവാസിയുടെ വീട്ടിലാണ് സാധനം ഇറക്കിയിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പലചരക്കുകാരൻ ഇത് അന്വേഷിച്ച് നോക്കുന്ന സമയത്ത് ആണ് അയാൾക്ക് മനസ്സിലായിട്ടുള്ളത്, ഞാൻ സാധനം ഇറക്കിയിട്ടുള്ള ഒരു ചാക്ക അരി ഇറക്കിയിട്ടുള്ളത് സാധനം ഓർഡർ ചെയ്ത വ്യക്തിയുടെ വീട്ടിലല്ല, പകരം അയാളുടെ നൈബറുടെ വീട്ടിലാണ്, അയൽവാസിയുടെ വീട്ടിലാണ്. അയാളോട് പോയി പൈസ ചോദിക്കാമെന്ന് വിചാരിക്കുക. അതായത് ഇപ്പോൾ ആ വീട്ടിൽ പോയിട്ട് അയാളോട് പോയി ചോദിക്കുകയാണ്, നിങ്ങളുടെ വീട്ടിൽ ഞാൻ ഒരു ചാക്ക അരി മാറി ഇറക്കിയിരുന്നു, വീട് മാറി ഇറക്കിയിരുന്നു, നിങ്ങൾ അരിയോ അല്ലെങ്കിൽ അരിയുടെ വിലയോ തരണമെന്ന് പറയുന്ന സമയത്ത് അയാൾക്ക് വേണമെങ്കിൽ പറയാം, ഞാൻ നിങ്ങളോട് അരിയൊന്നും ഓർഡർ ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തില്ല, അതിൻ്റെ പൈസ തരാൻ നിർവാഹമില്ല എന്ന് പറയാവുന്നതാണ് സംഭവം. ഇനി ഓർഡർ ചെയ്ത് നമ്മളോട് ചോദിക്കുകയാണെങ്കിൽ നമ്മളെന്താ പറയുക, അരി ഞാൻ ഓർഡർ ചെയ്തിട്ട് പക്ഷേ സാധനം എത്തിയിട്ടില്ല, സാധനം എത്താത്തതുകൊണ്ട് തന്നെ പണം തരാൻ നിർവാഹമില്ല എന്ന് പറയും. ഇവിടെ ബി എന്നുള്ള പലചരക്കുകാരനെ സംബന്ധിച്ചിടത്തോളം ഒരു ചാക്ക് അരി 2000-2500 റുപ്യേൻ്റെ അരി ചിലവായിട്ടുണ്ട്, അയാൾക്ക് എന്ത് ചെയ്തിട്ടില്ല, ഇതുവരെ അതിൻ്റെ എമൗണ്ട് ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ സി എന്നുള്ള നമ്മുടെ നൈബറെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് പ്രത്യേകിച്ച് ചിലവൊന്നുമില്ലാതെ ഒരു ചാക്ക് അരി കിട്ടിയിട്ടുണ്ട്. ഒരു ഇൻജസ്റ്റിസാണ്, ഇവിടെ ഒരു ഇൻജസ്റ്റിസ് ഉണ്ട്, സോഷ്യൽ ഇൻജസ്റ്റിസ് അല്ലേ. ബി എന്നുള്ള പലചരക്കാരനെ സംബന്ധിച്ചിടത്തോളം അരി ചിലവായിട്ടുണ്ട്, പൈസ കിട്ടിയിട്ടില്ല. സി എന്നുള്ള നമ്മുടെ നൈബറെ സംബന്ധിച്ചിടത്തോളം എന്ത് സംഭവിച്ചിട്ടുണ്ട്, ഒന്നും പ്രത്യേകിച്ചൊന്നും ചിലവാക്കാതെ തന്നെ അയാൾക്ക് ഒരു ചാക്ക് അരി കിട്ടുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഇൻജസ്റ്റിസ് ഉണ്ട്. ഈ ഇൻജസ്റ്റിസ് സോൾവ് ചെയ്യാൻ വേണ്ടി കോടതി സ്വമേധയാ ഒരു കോസി കോൺട്രാക്റ്റ് ക്രിയേറ്റ് ചെയ്യുകയാണ്. എന്തായിരിക്കും കോസി കോൺട്രാക്റ്റ്? സിക്കും ബിക്കും ഇടയിൽ
അതായത് നൈബർക്കും ഈ റീറ്റെയിലർക്കും ഇടയിൽ ഒരു കോസി കോൺട്രാക്റ്റ് കോടതി സ്വമേധയാ ഉണ്ടാക്കും. എന്തായിരിക്കും അത് പറയുക? ഒന്നുകിൽ നിങ്ങൾ വാങ്ങിച്ച അരിയുടെ വില റീറ്റെയിലർക്ക് കൊടുക്കുകയോ അതല്ലെങ്കിൽ നിങ്ങൾ റിസീവ് ചെയ്ത അരി മടക്കി കൊടുക്കുകയോ ചെയ്യണമെന്നുള്ള കോസി കോൺട്രാക്റ്റാണ് അവിടെ സ്റ്റിപ്പുലേറ്റ് ചെയ്യുക. അത് എന്ത് ചെയ്യുക? കൃത്യമായി കൊണ്ട് പാലിക്കാൻ ഈ പറയപ്പെടുന്ന നൈബറായിട്ടുള്ള വ്യക്തി കമ്പൽസറി ആയിക്കൊണ്ട് ഒബ്ലിഗേഷൻ ഉണ്ടാവും. അയാൾക്ക് അതിന് പറ്റിയിട്ടില്ലാതുണ്ടെങ്കിൽ അയാളുടെ കോമ്പൻസേഷൻ ആവശ്യപ്പെടാനുള്ള അധികാരം റീറ്റെയിലറെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവും. ഇതാണ് കോസി കോൺട്രാക്റ്റ് എന്നുള്ള ടേംസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അടുത്ത ടൈപ്സ് ഓഫ് കോസി കോൺട്രാക്റ്റ് എന്നുള്ളതാണ്. നമുക്ക് സെക്ഷൻ 68 മുതൽ 72 വരെ ടൈപ്സ് ഓഫ് കോസി കോൺട്രാക്റ്റിനെ 5 ടൈപ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഇതൊരു പാരഗ്രാഫ് ക്വസ്റ്റനായിട്ട് ചോദിക്കാറുള്ള ടെർമിനോളജീസ് ആണ്. 6 ടൈപ്പ് അല്ലെങ്കിൽ 5 ടൈപ്പ് കോസി കോൺട്രാക്റ്റിൻ്റെ ഏരിയാസ് ശ്രദ്ധിക്കുക. ഫസ്റ്റ് വൺ, ക്ലൈംസ് ഫോർ നെസസറി സപ്ലൈഡ് ടു ആൻ ഇൻകോമ്പിറ്റൻറ്റ് പാർട്ടി. ക്ലൈംസ് ഫോർ നെസസറി സപ്ലൈഡ് ടു ആൻ ഇൻകോമ്പിറ്റൻറ്റ് പാർട്ടി. ഇൻകോമ്പിറ്റൻ്റ് ആയിട്ടുള്ള, ഇൻകോമ്പിറ്റൻ്റ് എന്ന് പറഞ്ഞാൽ പ്രായപൂർത്തിയാവാത്തതോ അതല്ലെങ്കിൽ എന്താ പറയുക അൺസൗണ്ടും അതിൻ്റെ ബുദ്ധിക്ക് സ്ഥിരതയില്ലാത്ത ആളുകളൊക്കെയാണ് നമ്മൾ ഇൻകോമ്പിറ്റൻ്റ് എന്നുള്ള പേരിലായിട്ട് അറിയപ്പെടുക. ക്ലൈംസ് പറഞ്ഞാൽ കിട്ടാനുള്ള എമൗണ്ട്. ക്ലൈംസ് ഫോർ നെസസറി സപ്ലൈ ടു ആൻ ഇൻകോമ്പിറ്റൻറ്റ് പാർട്ടി. ഒരു ഇൻകോമ്പിറ്റൻ്റ് ആയിട്ടുള്ള പാർട്ടീസിന് നെസസറി ഗുഡ്സ് എന്നുള്ള നിലക്ക് ജീവിക്കാൻ അത്യാവശ്യം വേണ്ട ഗുഡ്സ് കൊടുത്ത് ഇനത്തിൽ കിട്ടാനുള്ള എമൗണ്ട് കിട്ടുന്നതുമായി ബന്ധപ്പെട്ട് ഉള്ള കോസി കോൺട്രാക്റ്റാണ് ഒന്നാമത്തെ ടൈപ്സ്. രണ്ടാമത്തെ, റീഇംബേഴ്സ്മെൻറ്റ് ഓഫ് പേയ്മെൻറ്റ് മെയ്ഡ് ബൈ ആൻ ഇൻട്രസ്റ്റഡ് പാർട്ടി. റീഇംബേഴ്സ്മെൻറ്റ് ഓഫ് പേയ്മെൻറ്റ് മെയ്ഡ് ബൈ ആൻ ഇൻട്രസ്റ്റഡ് പാർട്ടി. റീഇംബേഴ്സ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ മടക്കി കൊടുക്കുക അല്ലെങ്കിൽ തിരിച്ചു കൊടുക്കുക എന്നുള്ളതാണ് അർത്ഥം. റീഇംബേഴ്സ്മെൻറ്റ് ഓഫ് പേയ്മെൻറ്റ് മെയ്ഡ് ബൈ ആൻ ഇൻട്രസ്റ്റഡ് പാർട്ടി. ഒരു ഇൻട്രസ്റ്റഡ് പാർട്ടി യഥാർത്ഥത്തിൽ കൊടുത്ത എമൗണ്ട് അയാൾക്ക് മടക്കി കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട ട്രാൻസാക്ഷനാണ്. മൂന്നാമത്തെ, ഒബ്ലിഗേഷൻ ടു പേ ഫോർ ദി ബെനിഫിറ്റ് എൻജോയ്ഡ് ഫ്രം നോൺ ഗ്രാറ്റുഷ്യസ് ആക്ട്. ഒബ്ലിഗേഷൻ ടു പേ ഫോർ ദി ബെനിഫിറ്റ്സ് എൻജോയ്ഡ് ഫ്രം നോൺ ഗ്രാറ്റുഷ്യസ് ആക്ട്. നോൺ ഗ്രാറ്റുഷ്യസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഫ്രീ അല്ലാത്ത സർവീസ് നടത്തും. ഗ്രാറ്റുഷ്യസ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീ ആക്ടിവിറ്റി എന്നാണ് അർത്ഥം. പൈസ വാങ്ങാതെ ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കുന്ന ആക്ടിവിറ്റീസിനാണ് ഗ്രാറ്റുഷ്യസ് ആക്ടിവിറ്റി എന്ന് പറയുക. അപ്പോൾ സ്വാഭാവികമായിട്ടും നോൺ ഗ്രാറ്റുഷ്യസ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീ അല്ലാത്ത സർവീസ് നടത്താം, പൈസക്ക് വേണ്ടിയിട്ട് നടത്തുന്ന സർവീസ് നടത്താം. ഒബ്ലിഗേഷൻ ടു പേ ഫോർ ദി ബെനിഫിറ്റ്സ് എൻജോയ്ഡ് ഫ്രം നോൺ ഗ്രാറ്റുഷ്യസ് ആക്ട്. നോൺ ഗ്രാറ്റുഷ്യസ് ആയിട്ടുള്ള ആക്ടിൻ്റെ ഭാഗമായിക്കൊണ്ട് റിസീവ് ചെയ്ത ബെനിഫിറ്റിന് ഉള്ള എമൗണ്ട് എന്ത് ചെയ്യാം? പേ ചെയ്യാനുള്ള ഒബ്ലിഗേഷൻസ് എന്നർത്ഥം. നാലാമത്തെ പോയിന്റ്, റെസ്പോൺസിബിലിറ്റി ഓഫ് ഫൈൻഡർ ഓഫ് ലോസ്റ്റ് ഗുഡ്സ്. റെസ്പോൺസിബിലിറ്റി ഓഫ് ഫൈൻഡർ ഓഫ് ലോസ്റ്റ് ഗുഡ്സ്. ഫൈൻഡർ ഓഫ് ലോസ്റ്റ് ഗുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരാളുടെ വസ്തു കളഞ്ഞു കിട്ടിയ വ്യക്തിയെ പറയുന്ന പേരാണ് ഫൈൻഡർ ഓഫ് ലോസ്റ്റ് ഗുഡ്സ് എന്ന് പറയാം. മറ്റൊരാളുടെ വസ്തു കളഞ്ഞു കിട്ടിയ വ്യക്തിയുടെ ഉത്തരവാദിത്തങ്ങളുമായി ബന്ധപ്പെട്ടും ഒരു കോസി കോൺട്രാക്റ്റ് വരും. അതുപോലെ തന്നെ മണി പെയ്ഡ് ഓർ തിങ്സ് ഡെലിവേർഡ് ബൈ മിസ്റ്റേക്ക്. സാധനമോ അല്ലെങ്കിൽ പണമോ ആട് മാറിയിട്ട് അല്ലെങ്കിൽ സ്ഥലം മാറിയിട്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുക. ഇതിൻ്റെ എക്സാമ്പിളാണ് ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് പറഞ്ഞത്. ഇത് നമുക്കൊരു ചാപ്റ്ററായിട്ട് തന്നെ ഒരു 6 ചാപ്റ്റർ കഴിഞ്ഞതിന് ശേഷം വരുന്നൊരു ചാപ്റ്ററാണ് കോസി കോൺട്രാക്റ്റ് എന്നുള്ളൊരു ചാപ്റ്റർ തന്നെ. അവിടെ ഞാൻ ഈ 5 പോയിൻറ്റും കൃത്യമായിട്ട് എക്സാമ്പിൾ വെച്ചുകൊണ്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യും. ഇപ്പോൾ തൽക്കാലം നിങ്ങൾ എന്താണ് കോസി കോൺട്രാക്റ്റ്, അതിൻ്റെ ഫീച്ചേഴ്സ് പറഞ്ഞ കൂട്ടത്തിൽ അതിനോട് കൂടി ചേർത്ത് വായിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ടൈപ്സ് കൂടി പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ, ഇനി മൂന്നാമത്തെ കാറ്റഗറി ഓഫ് കോൺട്രാക്ട്സ് ആണ്. 3 കാറ്റഗറി ആയിട്ടാണ് നമ്മൾ കോൺട്രാക്റ്റിനെ തരംതിരിച്ചിട്ടുള്ളത് അല്ലേ. ഒന്നാമത്തെ കാറ്റഗറിയിൽ ഓൺ ദി ബേസിസ് ഓഫ് വാലിഡിറ്റി, രണ്ടാമത്തെ കാറ്റഗറിയിൽ ഓൺ ദി ബേസിസ് ഓഫ് പെർഫോമൻസ്. അതുമായി ബന്ധപ്പെട്ട 3 പോയിൻറ്റ്സ് ആണ് ഇപ്പോൾ നമ്മൾ അവസാനം പറഞ്ഞു നിർത്തിയിട്ടുള്ളത്. അവസാനത്തെ ഒരു ക്ലാസിഫിക്കേഷനാണ് ടൈപ്സ് ഓഫ് കോൺട്രാക്റ്റ് ഓൺ ദി ബേസിസ് ഓഫ് പെർഫോമൻസ്. ഉണ്ടാക്കിയ കോൺട്രാക്റ്റ് പെർഫോമൻസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട്, ഉണ്ടാക്കിയ കോൺട്രാക്റ്റ് പ്രാവർത്തികമാക്കുന്നതുമായി ബന്ധപ്പെട്ട് കോൺട്രാക്ട്സിനെ നമുക്ക് 4 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് ടൈപ്സ്, എക്സിക്യൂട്ടഡ് കോൺട്രാക്റ്റ്. Executed contract. A contract in which both of the parties have fulfilled their obligation under a contract. A contract in which both of the parties have fulfilled their respective obligation under a contract. 2 പാർട്ടികൾ തമ്മിൽ ഉണ്ടാക്കിയ കോൺട്രാക്റ്റിൽ ആ 2 പാർട്ടികളുടെയും ഒബ്ലിഗേഷൻ, അവരവർ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ കംപ്ലീറ്റ് ആയിക്കൊണ്ട് പൂർണ്ണമായിക്കൊണ്ടും പെർഫോം ചെയ്ത് തീർത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, കംപ്ലീറ്റ്ലി പെർഫോം ചെയ്ത് തീർത്തിട്ടുള്ള കോൺട്രാക്ട്സിനെ പറയുന്ന പേരാണ് എക്സിക്യൂട്ടഡ് കോൺട്രാക്റ്റ് എന്നുള്ള പേരിലായിട്ട് അറിയപ്പെടാറുള്ളത്. ഓക്കെ, അതിൻ്റെ മറ്റൊരു എക്സ്പ്ലനേഷൻ ഞാൻ അവിടെ കൊടുത്തിട്ടുള്ളത്, ദർ ഈസ് നത്തിങ് റിമെയിൻസ് ടു ബി ഡൺ ബൈ എയ്തർ പാർട്ടീസ് ഓഫ് കോൺട്രാക്റ്റ്. ആ കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ട് ഒരു പാർട്ടിയും ഇനി ഒന്നും ചെയ്യാൻ ബാക്കിയില്ല. 2 ആളുകളും അവരവർ ചെയ്യേണ്ട ഉത്തരവാദിത്തം പൂർണ്ണമായിക്കൊണ്ടും ചെയ്ത് തീർത്തിട്ടുണ്ട് എന്നർത്ഥം. അപ്പോൾ ഒരു കാർ വിൽക്കുന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ കോൺട്രാക്റ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ, ഒരു കാർ വിൽക്കുകയും അതിൻ്റെ ഭാഗമായിക്കൊണ്ട് 5 ലക്ഷം രൂപ കൺസിഡറേഷൻ ആവശ്യപ്പെടുകയും ചെയ്തു കഴിഞ്ഞാൽ, കാറ് നമ്മൾ അയാൾക്ക് കൊടുത്തു, രണ്ടാമത്തെ പാർട്ടിക്ക് കൊടുത്തു. അയാൾ എനിക്ക് തരേണ്ട 5 ലക്ഷം രൂപ എനിക്ക് ഇങ്ങോട്ട് തന്നു കഴിഞ്ഞാൽ 2 ആളും ചെയ്യേണ്ട ഒബ്ലിഗേഷൻ കംപ്ലീറ്റ് ആയിക്കൊണ്ട് തീർത്തിട്ടുണ്ട്. ഇത്തരത്തിൽ പൂർണ്ണമായിക്കൊണ്ട് പെർഫോം ചെയ്ത് തീർത്തിട്ടുള്ള കോൺട്രാക്ട്സിനെയാണ് നമ്മൾ എക്സിക്യൂട്ടർ കോൺട്രാക്റ്റ് എന്ന് പറയാം. രണ്ടാമത്തെ ടൈപ്സ് വരുന്നത് എക്സിക്യൂട്ടറി കോൺട്രാക്റ്റ് എന്നുള്ളതാണ്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് തൊട്ട് മുമ്പ് പറഞ്ഞതിൻ്റെ. എ കോൺട്രാക്ട് ഇൻ വിച്ച് ദ ഒബ്ലിഗേഷൻ ഓഫ് ബോത്ത് പാർട്ടീസ് ആർ ഔട്ട്സ്റ്റാൻഡിങ് എയ്തർ ഹോളി ഓർ പാർട്ട്ലി.
Executory contracts means a contract in which obligation of both of the parties are outstanding either wholly or partly. കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ട് രണ്ട് പാർട്ടികളുടെയും ഒബ്ലിഗേഷൻ, രണ്ട് പാർട്ടികളും ചെയ്യാനുള്ള അവരവർ ചെയ്യേണ്ടിയിരുന്ന കാര്യം പൂർണ്ണമായിക്കൊണ്ടോ ഭാഗികമായിക്കൊണ്ടോ ഇനിയും ബാക്കിയുണ്ട് എന്നർത്ഥം. പൂർണ്ണമായിക്കൊണ്ടോ ഭാഗികമായിക്കൊണ്ടോ ഇനിയും ചെയ്ത് തീർക്കാൻ രണ്ട് പാർട്ടികളുടെയും ഒബ്ലിഗേഷൻ ഇനിയും ചെയ്ത് തീർക്കാൻ ബാക്കിയുള്ള ടൈപ്പ് ഓഫ് കോൺട്രാക്റ്റിനാണ് നമ്മൾ എക്സിക്യൂട്ടറി കോൺട്രാക്റ്റ് എന്നുള്ള പേരിലായിട്ട് അറിയപ്പെടാറുള്ളത് എന്നർത്ഥം. ഓക്കെ, എക്സിക്യൂട്ടറി കോൺട്രാക്റ്റിനെ തന്നെ നമുക്ക് വീണ്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, കുറച്ചുകൂടി എളുപ്പത്തിൽ മനസ്സിലാവാൻ വേണ്ടി. എക്സിക്യൂട്ടറി കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് പാർട്ടിയുടെയും ഒബ്ലിഗേഷൻ അല്ലെങ്കിൽ കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ട പെർഫോമൻസ് ഇനിയും ബാക്കിയുള്ള കോൺട്രാക്ട്സിനാണ് ശരിക്കും എക്സിക്യൂട്ടറി കോൺട്രാക്റ്റ് എന്ന് പറയുക. അതുമായി ബന്ധപ്പെട്ട് വരുന്ന മറ്റൊരു ടൈപ്സാണ് യൂണിലാറ്ററൽ കോൺട്രാക്ട്സ്. യൂണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും സിംഗിൾ എന്നുള്ള അർത്ഥമാണ് വരിക, യൂണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, യൂണിലാറ്ററൽ കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എ കോൺട്രാക്ട് ഇൻ വിച്ച് വൺ പാർട്ടി ഹാസ് പെർഫോംഡ് ഹിസ് ഒബ്ലിഗേഷൻ ബട്ട് ദ അതർ പാർട്ടി റിമെയിൻസ് ഔട്ട്സ്റ്റാൻഡിങ് ഹിസ് ഒബ്ലിഗേഷൻ ഓൺ ദി കോൺട്രാക്ട്. കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ട് ഒരു പാർട്ടിയുടെ ഉത്തരവാദിത്തം അയാൾ പൂർണ്ണമായിക്കൊണ്ടും ചെയ്ത് തീർത്തിട്ടുണ്ട്, ഇനി രണ്ടാമത്തെ പാർട്ടിയുടെ ഒബ്ലിഗേഷൻ മാത്രമേ ബാക്കിയുള്ളൂ. അതായത് രണ്ട് കോൺട്രാക്റ്റിംഗ് പാർട്ടി ഉള്ളതിൽ ഒരാളുടെ ഒബ്ലിഗേഷൻ കംപ്ലീറ്റ് ആയിട്ട് പെർഫോം ചെയ്ത് തീർത്തിട്ടുണ്ട്, രണ്ടാമത്തെ പാർട്ടിയുടെ ഒബ്ലിഗേഷൻ മാത്രമേ ഇനി ബാക്കിയുള്ളൂ എന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള കോൺട്രാക്ട്സിനാണ് നമ്മൾ യൂണിലാറ്ററൽ കോൺട്രാക്ട്സ്. ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ഒബ്ലിഗേഷൻ മാത്രം ബാക്കിയുള്ള കോൺട്രാക്ട്സിനാണ് യൂണിലാറ്ററൽ കോൺട്രാക്ട്സ് എന്ന് പറയാം. അടുത്ത് ബൈലാറ്ററൽ കോൺട്രാക്ട്സ് എന്നുള്ളതാണ്. കോൺട്രാക്ട് ഇൻ വിച്ച് ദ ഒബ്ലിഗേഷൻ ഓഫ് ബോത്ത് പാർട്ടീസ് ആർ ഔട്ട്സ്റ്റാൻഡിങ്. കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ട് രണ്ട് പാർട്ടിയുടെയും ഒബ്ലിഗേഷൻ ബാലൻസ് ആണ്, ഔട്ട്സ്റ്റാൻഡിങ് ആണ്. രണ്ട് പാർട്ടിയുടെയും ഒബ്ലിഗേഷൻ ഇനിയും ചെയ്യാൻ ബാലൻസ് ഉണ്ടെങ്കിൽ അത്തരം കോൺട്രാക്ട്സിനെ പറയുന്ന പേരാണ് ബൈലാറ്ററൽ കോൺട്രാക്ട്സ് എന്നുള്ള പേരിലായിട്ട് അറിയപ്പെടാറുള്ളത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ഏരിയാസ്. ഇപ്പോൾ നമ്മൾ ഇന്നെടുത്തത് ടൈപ്സ് ഓഫ് കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ട് 3 ക്ലാസിഫിക്കേഷനാണ് കൊടുത്തിട്ടുള്ളത് ഓൺ ദി ബേസ് ഓഫ് വാലിഡിറ്റി. അതിൽ നമ്മൾ 5 പോയിൻ്റാണ് പറഞ്ഞു വെച്ചത്. വാലിഡ് കോൺട്രാക്ട്, വോയിഡ് കോൺട്രാക്ട്, വോയിഡബിൾ കോൺട്രാക്ട്, അൺഎൻഫോഴ്സിബിൾ കോൺട്രാക്ട് ആൻഡ് ഇൻലീഗൽ കോൺട്രാക്ട്. രണ്ടാമത്തെ ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഓൺ ദി ബേസ് ഓഫ് ഫോർമേഷൻ. അത് നമ്മൾ 3 ടൈപ്സ് കോൺട്രാക്റ്റാണ് പരിചയപ്പെടുത്തിയത്. എക്സ്പ്രസ്ഡ് കോൺട്രാക്ട്, ഇംപ്ലൈഡ് കോൺട്രാക്ട് ആൻഡ് കോസി കോൺട്രാക്ട് എന്നുള്ളത്. അതിൽ കോസി കോൺട്രാക്റ്റിൽ നമ്മൾ 5 ടൈപ്പ് അഡീഷണൽ എക്സ്പ്ലനേഷൻ വേറെയും പറഞ്ഞതാണ്. അതുപോലെ തന്നെ മൂന്നാമത്തെ ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷനിൽ നമ്മൾ ഓൺ ദി ബേസ് ഓഫ് പെർഫോമൻസ് ആണ് പറഞ്ഞത്. അതിൽ 4 ടൈപ്സ് പോയിൻ്റാണ് ഡിസ്കസ് ചെയ്തത്. എക്സിക്യൂട്ടഡ് കോൺട്രാക്ട്, എക്സിക്യൂട്ടറി കോൺട്രാക്ട്, യൂണിലാറ്ററൽ കോൺട്രാക്ട് ആൻഡ് ബൈലാറ്ററൽ കോൺട്രാക്ട്സ്. ഓക്കെ, ഇത്രയാണ് നമുക്ക് ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് കവർ ചെയ്യാനുള്ള ഏരിയാസ്. നെക്സ്റ്റ് ചാപ്റ്റർ നമുക്ക് വരുന്നത് ഓഫർ ആൻഡ് ആക്സെപ്റ്റൻസ് എന്നതാണ്. അത് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.